ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. ചുരുങ്ങിയ സമയത്തെ ചെറിയൊരു ചിന്തയ്ക്ക് വേണ്ടി യിരെമ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കാം. യിരെമ്യാവ് 9:6 വാക്യം. നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു, വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു വന്നപ്പോൾ എൻ്റെ ചിന്തയിൽ വളരെ ശ്രദ്ധയിൽ വന്ന ഒരു വാക്യമാണ് ഈ വാക്യം. ആ വാക്യം അല്പമായിട്ട് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും സാധിച്ചു. ദൈവത്തെ അറിയുവാൻ തടസ്സമായിരിക്കുന്ന അല്ലെങ്കിൽ അതിനാഗ്രഹിക്കാത്ത സാഹചര്യം എന്താണ് എന്നാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു. ദൈവത്തെ ഇനിയും അറിയുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നാം കർത്താവിനെ ദൈവമായി കർത്താവായി തിരിച്ചറിഞ്ഞു, ഹൃദയത്തിൽ അംഗീകരിച്ചു. എന്നാൽ അത് ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ദൈവത്തെ ആവോളം അറിയുവാൻ ആവശ്യമുണ്ട്. അതിനുള്ള ഒരു അമിതമായ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തെ ഇനിയും അറിയണം. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഈ രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ അത് അനുഭവമാണ്. ഒരു ഭക്ഷണം മേശപ്പുറത്ത് കണ്ടാൽ നാം അതിന്റെ കാണുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിലും അത് രുചിക്കുമ്പോഴാണ് അതിന്റെ മാധുര്യവും അതിന്റെ ആസ്വാദ്യതയും നമുക്ക് അനുഭവമാകുന്നത്. യേശുക്രിസ്തുവിനെ നാം എല്ലാവരും രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നാം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ ആ ദൈവത്തെക്കുറിച്ച് ഇനിയും ഒത്തിരി അറിയണമെന്ന് നമുക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ ആ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള തടസ്സങ്ങളിൽ ഒരു തടസ്സമാണ് നാം ഇവിടെ വായിക്കുന്നത്. വഞ്ചന നിമിത്തം അവർ എന്നെ അറിയുവാൻ നിരസിക്കുന്നു. ദൈവത്തെ അറിയുവാനുള്ള ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് വഞ്ചന, അതായത് പാപമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപത്തിൻ്റെതായിരിക്കുന്ന ആ സമ്മർദ്ദമാണ് ദൈവത്തെ കൂടുതൽ അറിയുവാൻ തടസ്സമായിരിക്കുന്ന ഒന്നാമത്തെ വിഷയം. രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് നാം ഒന്നും പാപവിമുക്തരായി മാറിയിട്ടില്ല. നാം ഈ പാപം നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് പാപത്തിൽ ഉൾപ്പെടുന്ന ലോകത്തിന്റെ ഇടയിലാണ് നാം ഇതെല്ലാം അഭിമുഖീകരിക്കുന്നത്. നാം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുതൽ പാപമാണ് നമ്മെ എതിരേറ്റു വരുന്നത്. നാം ജോലിക്ക് പോകുമ്പോൾ പാപത്തിന്റെ പ്രലോഭനങ്ങളാണ് നമ്മെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നത്. നാം പഠിക്കാൻ പോകുമ്പോൾ, നാം ജീവിത സാഹചര്യങ്ങളായിരിക്കുമ്പോൾ, തൊട്ട അയൽവക്കത്തെ ആളോട് സംസാരിക്കാൻ പോകുമ്പോൾ എല്ലാം പാപത്തിന്റെ സമ്മർദ്ദമാണ് ഒരു വിശ്വാസിയുടെ എതിരെ കടന്നു വരുന്നത്. അതിനെ അതിജീവിച്ച് വള്ളത്തിൽ ഒരു മത്സ്യം അതിവേഗം മുന്നോട്ട് കുതിക്കുന്നത് പോലെ എതിരെ വരുന്നതിനെല്ലാം അതിജീവിച്ച് പുറകോട്ട് തള്ളി മുന്നോട്ട് കുതിച്ചു പോകണമെങ്കിൽ വളരെ ദൈവികമായ കൃപ ആവശ്യമാണ്. ചുറ്റുപാടുകൾ മുഴുവൻ വഞ്ചനയാണ് നിറഞ്ഞിരിക്കുന്നത്. നാം ആയിരിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഒട്ടും വിശ്വാസിക്ക് യോഗ്യമായ ലോകമല്ല. പക്ഷെ ദൈവം ഒരു വിശ്വാസിയെ ഈ ലോകത്തിലാണ് ആക്കിയിരിക്കുന്നത്. ദൈവം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസിയെ ഇവിടെ ആക്കിയിരിക്കുന്നത്. എല്ലാം അറിയുന്ന ദൈവം ഒരു വിശ്വാസിയെ ഈ പ്രതികൂലം നിറഞ്ഞ ലോകത്തിലാക്കിയപ്പോൾ ദൈവത്തിന് അറിയാം ഈ വ്യക്തിക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന്. ഈ പാപപ്രവർത്തികളെല്ലാം തള്ളി മാറ്റി മുന്നോട്ട് കുതിക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഇവിടെ ആക്കിയത്. അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അങ്ങ് സ്വർഗത്തിലേക്ക് എടുത്താൽ മതിയായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും ഈ പാപലോകത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് അറിയാം നമുക്കിതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അതിജീവിക്കാൻ കഴിയാതെ പോകുന്നു. അതിന്റെ കുഴപ്പം ആരുടെയിലാണ്? ദൈവത്തിന്റെ കയ്യിലല്ല.
ഞാൻ പാപത്തിൽ വീണാൽ അതിന്റെ ഉത്തരവാദി ദൈവമല്ല, സാഹചര്യങ്ങളല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമ്മർദ്ദങ്ങളല്ല. ഞാൻ പാപത്തിൽ വീണെങ്കിൽ അതിന്റെ ഉത്തരവാദി 100% ഞാൻ മാത്രമാണ്. കാരണം പാപത്തെ അതിജീവിക്കുവാനുള്ള എല്ലാ സാധ്യതയും ദൈവം ഒരു വിശ്വാസിക്ക് നൽകിയിട്ടുണ്ട്. അതിനുള്ള സാധ്യതകൾ കൃത്യസമയത്ത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. പാപത്തെ അതിജീവിക്കുവാൻ, ലോകത്തെ അതിജീവിക്കുവാൻ, ദൈവത്തെ കൂടുതൽ അറിയുവാനുള്ള ഏക മാധ്യമം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. ദൈവവചനം ദൈനംദിനം ഭക്ഷിക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ആ ദൈവവചനം അനുസരിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വഞ്ചന നിറഞ്ഞ ലോകത്തിൽ ദൈവത്തെ അറിയുവാനും ദൈവത്തെ സേവിക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ വാക്യം വായിച്ചപ്പോൾ ഓടി എന്റെ മനസ്സിലേക്ക് വന്നത് ലോത്തിനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഓടിച്ച് പറഞ്ഞു മാത്രം പോകുന്നു, നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. 2 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെ നാം വായിക്കുമ്പോൾ, 2 പത്രോസ് 2-ന്റെ 6 മുതൽ 8 വരെ, സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു, വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു എന്ന് വായിക്കുമ്പോൾ ഏറ്റവും പറ്റിയ ഉദാഹരണം ലോത്തിന്റെ ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏറ്റവും അതിക്രമം നിറഞ്ഞ, ഏറ്റവും ദോഷം നിറഞ്ഞ ഒരു ചുറ്റുപാടിലാണ് ഈ ലോത്ത് ആയിരുന്നത്. ആ ലോത്ത് നീതിമാനായിരുന്നു, പക്ഷെ ലോത്ത് വലഞ്ഞുപോയി എന്നുള്ളതാണ് നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നത്. അബ്രഹാമും ലോത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അബ്രഹാം ദൈവത്തെ അറിയാൻ ആഗ്രഹിച്ചു, ലോത്ത് ലോകത്തെ അറിയാൻ ആഗ്രഹിച്ചു. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ എന്നെ വിളിച്ച്, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരും വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അറിവുള്ളത് ഏത് വിഷയത്തിലാണ്? ലോകപ്രകാരം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. കാരണം നമ്മൾ 1-ാം ക്ലാസ് മുതൽ LKG മുതൽ പഠിച്ച് ഒത്തിരി ലോകജ്ഞാനം നമുക്കറിയാം. പക്ഷെ ദൈവികമായ കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം അറിയുവാൻ സാധിക്കുന്നുണ്ട്? ലോകജ്ഞാനത്തെക്കാൾ കൂടുതൽ ദൈവികമായ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്കറിയാമെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കും അറിയില്ല. എന്നാൽ ആ ഒരു അനുഭവത്തിലേക്ക്, ലോകത്തെക്കാൾ കൂടുതൽ ദൈവത്തെ അറിയുന്ന അനുഭവത്തിലേക്ക് എത്തുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം നമുക്ക് വളരെ അറിയാവുന്ന ഭാഗമാണ്. അവിടെ ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും അവർ തമ്മിൽ പിണക്കമുണ്ടാകുമ്പോൾ അബ്രഹാം ദൈവത്തെ അറിയുവാൻ ആഗ്രഹിച്ച് അബ്രഹാം അതിൽ നിന്നെല്ലാം വിട്ടിട്ട് നഷ്ടങ്ങളൊക്കെ സഹിച്ച് അബ്രഹാം ദൈവത്തെ അറിയുവാൻ ദൈവത്തിന്റെ വഴിയിലേക്ക് പോയി. ലോത്ത് ലോകത്തെ അറിയുവാൻ ലോകത്തിന്റെ വഴിയിലേക്ക് പോയി. നാം വായിക്കുന്നത് സോദോം നിവാസികൾ ദുഷ്ടന്മാരും മഹാപാപികളുമായിരുന്നു നമ്മളോട് വായിക്കുന്നുണ്ട്. എന്നാൽ ലോത്ത് അങ്ങോട്ട് പോയി, ഈ വഞ്ചന നിറഞ്ഞ ജനത്തിന്റെ അരികിലേക്ക് പോയി, അവിടെ പോയി താമസിച്ചു, അവിടെ പോയി ജീവിച്ചു, അവിടെ പോയി ആ നാട്ടിലെ പ്രമാണിയായി, പട്ടണത്തിലെ പ്രധാന സ്ഥലത്തെത്തി. ലോത്ത് ലോകത്തെ അറിയുവാൻ തീരുമാനിച്ചു, അബ്രഹാം ദൈവത്തെ അറിയുവാൻ ആഗ്രഹിച്ചു. രണ്ടുപേരുടെയും അവസാനത്തെ അനുഭവങ്ങൾ നമുക്ക് വളരെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തെ കുറിച്ച് നാം ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഈ കാലം ലോത്തിന്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ. നമ്മുടെ വിഷയം ലോത്തിന്റെ കാര്യമായതുകൊണ്ട് അത് മാത്രം നാം ചിന്തിക്കുന്നു. ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും. അപ്പോൾ നാം ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാണ്ട് അതിന് സമാനമായ ഒരു കാലഘട്ടമാണ്, ലോത്തിന്റെ കാലഘട്ടമാണ്. വഞ്ചന നിറഞ്ഞ ഒരു ലോകമാണ്. ഈ വഞ്ചനയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ഈ അധർമ്മ പ്രവൃത്തികളുടെ ഇടയ്ക്കാണ് നമ്മൾ പുറത്തു പോകുന്നത്. പത്രങ്ങളിൽ ഓരോ ദിവസം കേൾക്കുന്ന വാർത്ത നമുക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാധ്യമങ്ങളിലൂടെ വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ചില വാർത്തകൾ വായിച്ചാൽ ഹൃദയം അങ്ങ് നുറുങ്ങിപ്പോവുകയാണ്. ചില വാർത്തകൾ വായിച്ചാൽ
ചില സംഭവങ്ങളൊക്കെ കേട്ടാൽ ഹൃദയത്തിൽ വല്ലാത്ത വേദന നീണ്ടു നിൽക്കുന്നു. അത്ര ദുഷ്ടത നിറഞ്ഞ, പാപം നിറഞ്ഞ പിശാച് അത്രമാത്രം അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടത്തിൽ, ലോത്തിന്റെ കാലം പോലെ ആയിരിക്കുന്ന അവസാന കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കിതിന് നടുവിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കണമെങ്കിൽ അബ്രഹാമിനെ പോലെ ദൈവത്തിന്റെ വഴിയിലേക്ക് നാം നടക്കണം. ലോത്ത് പോയ വഴികളെ ഉപേക്ഷിച്ച് ഈ ലോകത്തിലെ അറിവുകൾ എല്ലാം വേണ്ട എന്ന് വെച്ച് ദൈവത്തെ കൂടുതൽ അറിയുവാൻ, ദൈവസന്നിധി ഇരിക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, ദൈവത്തെ ധ്യാനിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുവാൻ, ആ ദൈവത്തെ രുചിച്ച് അറിയുവാൻ, അത് ആസ്വദിക്കുവാൻ സാധിക്കുമ്പോൾ ഈ വഞ്ചന നിറഞ്ഞ ലോത്തിന്റെ കാലം പോലുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ അറിയുവാനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ആയിരിക്കുന്ന ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ഈ ലോകമാണ്. രണ്ടാമത് മറ്റു തടസ്സം എന്റെ ചിന്തയിൽ വന്നത് മത്തായി 13:22 വായിക്കുന്നത്, വിതയ്ക്കപ്പെട്ട വിത്ത് ഈ ഇഹലോകത്തിലെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും നിമിത്തം അത് ഫലം കൊടുക്കാതെ പോയി. അപ്പോൾ ആ ദൈവവചനം ആണ് നമ്മെ വളർത്തുന്നത്, ദൈവത്തെ അറിയുവാൻ പ്രാപ്തരാക്കുന്നത്. എന്നാൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ വീഴുമ്പോൾ അത് മുളയ്ക്കുവാനോ അത് ഫലം കായ്ക്കുവാനോ കഴിയാത്ത വിധത്തിൽ ധനത്തിന്റെ വഞ്ചന അതിനെ ഞെരുക്കിക്കളയുന്നു. അപ്പോൾ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ധനത്തിന്റെ വഞ്ചനയാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സങ്കീർത്തനം 52:4 ഒരു പ്രയോഗമുണ്ട്, വഞ്ചന നാവ്. 3 വഞ്ചനകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, വഞ്ചന നിറഞ്ഞ ജനത്തിന് നടുവിൽ വസിക്കുന്നു, ലോത്തിന്റെ കാലത്തിൽ വസിക്കുന്നു. 2, ധനത്തിന്റെ വഞ്ചന അല്ലെങ്കിൽ പണം, ആ പണത്തിന്റെ വഞ്ചന ദൈവത്തെ അറിയുവാൻ സാധിക്കാതെ നമ്മെ ഞെരുക്കി കളയുന്നു. 3, അധരത്തിന്റെ വഞ്ചന, ഈ നാവിന്റെ വഞ്ചന. സങ്കീർത്തനം 52:4 വഞ്ചന നാവ് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. 50-ാം സങ്കീർത്തനം അതിന്റെ 19-20 വാക്യങ്ങൾ ഒന്ന് വായിച്ച് മാത്രം വിടുവാൻ ആഗ്രഹിക്കുന്നു. 50-ാം സങ്കീർത്തനം അതിന്റെ 19-20 വാക്യങ്ങൾ. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അവകാശം പറയും. അത് മതി. നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. ഈ വഞ്ചന നിറഞ്ഞ ലോകത്തിന് നടുവിൽ ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ നമ്മുടെ നാവ് ഈ വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ ചിന്തിച്ചൊരു വിഷയമാണ്. ഈ അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ടെന്നാണ് സദൃശവാക്യത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അറിയുവാൻ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചിട്ടും ദൈവത്തെ ആവോളം അറിയുവാൻ കഴിയാതിരിക്കുന്നതിന്റെ ഒരു തടസ്സം എന്ന് പറയുന്നത് ഈ നാവിന്റെ വഞ്ചനയാണ്. ഇവിടെ വായിക്കുന്നത്, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നമ്മുടെ നാവ് ഒരിക്കലും ഒരു സഹോദരന്മാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് എത്തിപ്പോയാൽ നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയുകയില്ല എന്നുള്ളത് ഒറ്റവാക്കിൽ പറഞ്ഞ് ഞാൻ ആ വിഷയം വിടുവാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും പൊതുവെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നാം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ആ വ്യക്തി വളരെ പ്രതീക്ഷയോടും വളരെ ആ ദൈവികമായ ബോധത്തോടും കൂടിയാണ് ദൈവസന്നിധിയിൽ വരുന്നത്. എന്നാൽ തഴക്കം വരുമ്പോൾ, കാലഘട്ടം കുറെ പിന്നിടുമ്പോൾ പലപ്പോഴും ഞാൻ എന്നെ തന്നെ ഉൾപ്പെടുത്തി പറയുന്നു, ആത്മീയമായ കുറെ കാലഘട്ടം പിന്നിടുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ അനേക തിക്തമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ചതുപോലെ ആത്മീയ മണ്ഡലം, നമ്മുടെ ആത്മീയ ചുറ്റുപാടുള്ള നമ്മുടെ ആത്മീയ മണ്ഡലം നാം പ്രതീക്ഷിക്കുന്ന നിലവാരത്തിനനുസരിച്ച് ഉയരുവാൻ സാധിക്കാതെ, നാം പ്രതീക്ഷിക്കുന്ന ആത്മീയമായ നേട്ടങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടാതെ വരുമ്പോൾ
ഏറ്റവും ആദ്യം പ്രതികരണം ഉണ്ടാകുന്നത് നമ്മുടെ അധരങ്ങളിൽ നിന്നാണ്. നമ്മുടെ നാവ് കുറ്റപ്പെടുത്തലുകൾ ആരംഭിക്കും. ആ കുറ്റപ്പെടുത്തലുകൾ ആരംഭിക്കുകയും അത് കൂട്ടുകൂടി കുറ്റപ്പെടുത്തുന്ന അനുഭവത്തിലെത്തുകയും അതങ്ങനെ ഒത്തിരി സ്പ്രെഡായി പോവുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകും. പിശാചിന്റെ ഒരു വലിയ ഒരു കെണിയാണത്. അതാണ് അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ഇങ്ങനെ കുറച്ച് നാളുകളായി ഇങ്ങനെ ഈ നാവിനെ എങ്ങനെ ക്രമീകരിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. വഞ്ചന നാവ്. ദൈവത്തെ അറിയുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് കെട്ടിയിട്ടേ മതിയാകുകയുള്ളൂ. മിണ്ടാവൃതം എടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. അല്ലാതെ നമുക്ക് ദൈവത്തിലേക്ക് അടുക്കുവാൻ കഴിയുകയില്ല. അനേക ചിന്തകൾ പിശാച് നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. അനേക കാര്യങ്ങൾ സംസാരിക്കുവാൻ നമുക്ക് അനേക കാര്യങ്ങൾ കൊണ്ടുവരും. നമ്മുടെ നാവ് അറിയാതെ നമ്മെ വഞ്ചിക്കും. നാം പാപത്തിൽ വീണുപോകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും. സഹോദരന്മാരെ കുറ്റം പറയും. ദൈവമക്കളെ കുറിച്ച് അപവാദം പറയും. നാം പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരിക്കലും പിശാച് നമ്മെ ആ മേഖലയിൽ തോൽപ്പിക്കാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ കൂടുതൽ അറിയുവാൻ ലോകത്തെ വെറുക്കണം, ധനത്തെ വെറുക്കണം, നാവിനെ കടിഞ്ഞാണിട്ട് പൂട്ടണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞത്. ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുവാനുള്ള ഒരു ആർത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ദൈവത്തെ കൂടുതൽ അറിയുവാനുള്ള സാധിക്കുന്നത്? അതിനുള്ള വഴി എന്താണ്? ഞാൻ ആദ്യം ഒന്ന് പരാമർശിച്ചതാണ്. ദൈവവചനമാണ് ദൈവത്തെ കൂടുതൽ അറിയുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. അല്ലാതെ ദർശനങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ ദൈവം എന്ന് ആരെയും വെളിപ്പെടുത്തുന്നൊന്നുമില്ല. പൂർണ്ണമായ വചനം, ഈ വിശുദ്ധ ബൈബിൾ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതിലൂടെയാണ് ദൈവത്തെ നമുക്ക് കൂടുതലായിട്ട് അറിയുവാൻ സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 13:9 വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 9 വാക്യം വായിക്കാം. ഞാൻ വായിക്കുന്നു. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ അംശമായി അറിഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം. വിശുദ്ധ ബൈബിൾ നമ്മുടെ കയ്യിൽ കെട്ടുന്നതിന് മുമ്പുള്ള ആ ആദ്യ കാലഘട്ടമാണ് അംശമായ അറിവിന്റെ കാലഘട്ടം. അന്ന് എന്തൊരു ആത്മീയ ശക്തിയായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് വായിക്കുന്നത്, യെരുശലേമിലെ സഭയെക്കുറിച്ചൊക്കെ വായിക്കുന്ന അന്ന് എന്തായിരുന്നു ആത്മനിറവ്, എന്തായിരുന്നു സ്നേഹം, എന്തായിരുന്നു സുവിശേഷീകരണം, എന്തായിരുന്നു അത്ഭുത പ്രവൃത്തികൾ. എന്നാൽ ഇവിടെ വചനം പറയുന്നത് പൂർണ്ണമായത് വന്നു കഴിഞ്ഞപ്പോൾ ഈ അംശമായതൊക്കെ നീങ്ങിപ്പോയി. ഈ അംശമായ കാര്യങ്ങളൊന്നും ഇന്നില്ല. പക്ഷേ ഈ പൂർണ്ണമായത് കിട്ടിയപ്പോൾ അതിനേക്കാൾ ഏറെ ശക്തമായ ഒരു ആത്മീയ നിലവാരമാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അന്നുള്ളതിനേക്കാൾ കൂടുതൽ വെളിപ്പാട് കിട്ടിയപ്പോൾ നാം ശക്തരാവുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ വെളിപ്പാട് കൂടുതൽ കിട്ടിയപ്പോൾ നാം പലപ്പോഴും ദുർബലരായി മാറിപ്പോകുന്ന ഒരനുഭവമാണ് ഉണ്ടാകുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് പൂർണ്ണമായ വചനം ദൈവം തന്നു, നമ്മുടെ കയ്യിൽ അതുണ്ട്. പക്ഷെ നാം അത് അറിയാൻ ശ്രമിക്കുന്നില്ല. നാം ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ബൈബിളിലൂടെ നാം ദൈവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളൂ. നാം വചനത്തിലൂടെ, ഈ പൂർണ്ണമായ വചനത്തിലൂടെ ദൈവത്തെ വേണ്ട പോലെ അറിഞ്ഞ് നാം അതിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പാടെ മാറിപ്പോകും. നമ്മുടെ വ്യക്തിത്വമൊക്കെ ഇല്ലാതെയാകും. ഞാനീയുടെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഒരു ചരിത്രം ഇങ്ങനെ കേൾക്കുവാനൊക്കെ ഇടയായി, മനസ്സിലാക്കാനിടയായി. ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, ഈ അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ കേൾക്കാനിടയായി. ഒരു മാസത്തിൽ 19 നേരം മാത്രം ആഹാരം കഴിച്ച ഒരു മനുഷ്യൻ. 19 നേരം, 19 ദിവസമല്ല, ഒരു മാസം 19 നേരം. അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ ഉൾക്കൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ചെല്ലുന്തോറും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അങ്ങ് അപ്രസക്തമാവുകയായിരുന്നു. ഒരു കാര്യം എങ്ങനെ കേട്ടു, അദ്ദേഹത്തെ എവിടെയോ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചു. അദ്ദേഹം മർത്തോമയിലെ ഒരു ഉപദേശിയായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം എഴുതിയ എത്രയോ പാട്ടുകൾ നാം പാടി ആശ്വസിക്കുന്നുണ്ട്. എവിടെയോ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ചെന്നപ്പോൾ മേശപ്പുറത്ത് ഇഷ്ടംമാതിരി ആഹാരം, വിഭവസമൃദ്ധമായ ആഹാരം ഇരിക്കുന്നു. അപ്പോ
ഈ അദ്ദേഹത്തിന് നാവില് വെള്ളം വന്നുപോയി. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു തന്റെ ശരീരം തന്നെ തോൽപ്പിക്കുകയാണ്, അതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ചില കഞ്ഞി എടുത്ത് കുടിച്ചിട്ട് എഴുന്നേറ്റ് പോയി എന്നാണ് പറയുന്നത്. മേശപ്പുറത്ത് വരുമ്പോൾ ഏതെങ്കിലും ആഹാരം അദ്ദേഹത്തിന്റെ വായിൽ വെള്ളം കൊണ്ടുവന്നാൽ അദ്ദേഹം അതൊന്നും കഴിക്കില്ല. കാരണം അദ്ദേഹം യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അദ്ദേഹം അത്ര ആത്മീയ നിലവാരത്തിലേക്ക് എത്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്രിസ്തുവിനെ അറിയാനുള്ള സാധ്യത, മാധ്യമം, ദൈവവചനം കിട്ടിയെങ്കിലും, ഞാൻ എന്നെ കൂടി തന്നെ പറയുന്നു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ നാം കൂടുതൽ കൂടുതൽ അറിയും തോറും ഞാൻ എന്ന വ്യക്തി അപ്രസക്തമാകും, പിണക്കങ്ങൾ ഇല്ലാതെയാകും, സ്നേഹം വർദ്ധിക്കും, സുശേഷീകരണം ശക്തമാകും, ആളുകൾ നമ്മെ തേടി വരും, സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകും, നാം പറയുന്ന വാക്കുകൾ ജനങ്ങൾ മനസ്സിലാക്കും, ആളുകൾ കൂട്ടമായി രക്ഷിക്കപ്പെടും. 1-ാം നൂറ്റാണ്ടിൽ അംശമായ അറിവുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആളുകൾ കൂട്ടമായി രക്ഷിക്കപ്പെട്ടെങ്കിൽ, പൂർണ്ണമായി ദൈവവചനം കിട്ടിയ ഈ കാലഘട്ടത്തിൽ ഈ പൂർണ്ണമായ വചനം പൂർണ്ണമായി ഉൾക്കൊണ്ട് അനുസരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ കേരളത്തിന്റെ മുഖചിത്രം മാറും, ഇന്ത്യയുടെ ചരിത്രം മാറും, ഈ ലോകത്തിന്റെ ചിത്രം തന്നെ മാറും. ലോകം മുഴുവൻ ആകെ മൊത്തം മാറ്റമുണ്ടാകും, ആത്മീയമായ ഉണർവുണ്ടാകും, ആളുകൾ ക്രിസ്തുവിനെ അറിയും, വലിയ ചലനങ്ങൾ ഉണ്ടാകും. നടക്കാത്തതിന്റെ കാരണം നാം ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിയേണ്ടതുപോലെ അറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇനി അധികം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ അറിയാനുള്ള ഏക വഴി എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. ഇത് വായിക്കുക, ധ്യാനിക്കുക, അനുസരിക്കുക. വേറെ ഒരു കുറുക്കു വഴിയില്ല. നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാൻ ഇതിലൂടെ സാധിക്കും. പഴയമത്തിൽ നിന്നും പുതിയമത്തിൽ നിന്ന് ദൈവത്തെ അറിയുവാൻ ആഗ്രഹിച്ച 2 വ്യക്തികളെ കുറിച്ച് ഓടിച്ചു പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കും. പഴയമത്തിൽ പുറപ്പാട് പുസ്തകം 33:13, അവിടെ മോശ പറയുന്ന ഒരു വാചകം. പുറപ്പാട് 33:13 അവിടെ ഇപ്രകാരം വായിക്കുന്നു. മോശയുടെ വാചകമാണ്: ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അതിന്റെ 17 മുതൽ വാക്യങ്ങളിൽ മോശ വീണ്ടും പറയുകയാണ്, മോശയുടെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ദൈവം പറയുകയാണ്. 17 വാക്യത്തിൽ, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. 12 വാക്യത്തിൽ മോശ വീണ്ടും പറയുകയാണ്, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. ദൈവം ഒരു പാറയുടെ പിളർപ്പിൽ മോശയെ മറച്ച് തന്റെ തേജസിന്റെ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ടും മുഖം കാണാൻ കഴിയില്ല എന്ന് പറയുന്നതായിട്ടും നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ അവിടെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. യഹോവയെ ദൈവത്തെ അറിയണമെന്നുള്ള ഭയങ്കര ആഗ്രഹം മോശയ്ക്കുണ്ടായി. മോശ അതിനുവേണ്ടി ആഗ്രഹിച്ചു, മോശ അത് കണ്ടെത്തി, അത് നേടിയെടുത്തു എന്ന് കാണുവാൻ കഴിയും. പുതിയ നിലയ്ക്ക് വരുമ്പോൾ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിക്കുമ്പോൾ, ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ വാചകങ്ങളാണ്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലനായ പൗലോസ് എത്രയോ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും പറയുന്നത് ക്രിസ്തു നിമിത്തം എല്ലാം ചെയ്തുമെന്ന് എണ്ണി ക്രിസ്തുവിനെ നേടേണ്ടതിന് താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എഫെസ്യലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളോട് വായിച്ച് നിർത്താം. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ എഫെസ്യലേഖനം 4-ാം അധ്യായം
14-15. അങ്ങനെ നാം ഇനി മനുഷ്യരെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു വീഴുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിന് സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തു എന്ന തലയോളം വളർന്ന് ആ ആത്മീയമായ നിലവാരത്തിലേക്ക് എത്തുവാൻ ആവശ്യമുണ്ട്. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. മോശ ദൈവത്തെ അറിയുവാൻ വളരെ ആഗ്രഹിച്ചു, ചോദിച്ചു, അത് കണ്ടെത്തി. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലാതെ മറ്റൊന്നും അറിയാതിരിക്കണമെന്ന് ആഗ്രഹിച്ചു. കൊരിന്ത്യത്തിൽ വായിക്കുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്നാണ് ആ ദേവദാസൻ പറയുന്നത്. ആ ദേവദാസൻ ക്രിസ്തു നിമിത്തം എല്ലാം ഛേദമെന്ന് എണ്ണി ക്രിസ്തുവിനെ നേടി ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ആഗ്രഹിച്ചു, അതിലേക്ക് ഓടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയോളമാണ്. അവിടം വരെ വളരണം. ക്രിസ്തു എന്ന തലയോളം വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലൊരു ദേവദാസൻ പറഞ്ഞു എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ചെറിയ ക്രിസ്തുക്കളായി മാറും. അതായത് യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചതുപോലെ കുറെ ആളുകൾ ഈ ഐരാവത ദേശത്ത് കുറെ ചെറിയ ക്രിസ്തുക്കൾ, അതായത് നമ്മള് ഓരോരുത്തരും ക്രിസ്തു എന്ന തലയോളം വളർന്നാൽ നാം പോകുന്ന വഴികൾ അതുപോലെ ആയിരിക്കും. വലിയ ചലനങ്ങളായിരിക്കും, വലിയ അത്ഭുതങ്ങളായിരിക്കും. നാം പറയുന്ന വാക്കുകൾ കേട്ട ആളുകൾ രക്ഷിക്കപ്പെടും. വലിയ രൂപാന്തരം ഉണ്ടാകും, വലിയ മാറ്റം ഉണ്ടാകും. ക്രിസ്തു എന്ന തലയോളം വളരുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് സാക്ഷ്യം പറഞ്ഞ പ്രിയ ഗസ്നിക്ക് വേണ്ട ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാം എല്ലാം കണ്ടുപരിചയിച്ച, നാം ഇതുവരെ കണ്ടതായിരിക്കുന്ന ഏതെങ്കിലും ഒരു നിലവാരമല്ല നാം ആഗ്രഹിക്കേണ്ടത്. ക്രിസ്തു എന്ന തലയോളം വളരുക. ഇന്ന് വരെ ലോകം കാണാത്ത ആ വലിയ ആത്മീയ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുക. വലിയ അത്ഭുതകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളായി മാറുക. അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നാം വസിക്കുന്ന ഈ ലോത്തിന്റെ കാലഘട്ടം പോലെയുള്ള ഈ വഞ്ചന നിറഞ്ഞ കാലഘട്ടത്തിൽ ക്രിസ്തു എന്ന തലയോളം വളർന്ന് ദൈവത്തെ അറിഞ്ഞ് ആവോളം രുചിച്ചറിഞ്ഞ് നാം എല്ലാ നിറവിനോളം നിറഞ്ഞ് വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നാം മോശപ്പെടുമാറാട്ടെ. ആമേൻ. ഞങ്ങളെ സ്തുതിക്കുന്നു.